എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 18 ലോക ബാംബു ദിനം. ഞാൻ എൻ്റെ കുറച്ച് ബാംബു കളക്ഷൻസ് നിങ്ങളെ കാണിച്ചു തരാം. ഇത് പെൻസിൽ ബാംബുവും അതുപോലെ ലാത്തി മുളയും ഇങ്ങനെ മിക്സഡായിട്ട് നട്ടിരിക്കുകയാണ്. പെൻസിൽ ബാംബു തന്നെ 2 വെറൈറ്റി ഉണ്ട്. നമുക്ക് ഗ്രീൻ ഉണ്ട്, അതുപോലെ യെല്ലോ ബാംബു ഉണ്ട്. ഇതാണ് നോക്കി, ഇത് കണ്ടോ, ഇത് യെല്ലോ ആണ്. ഇത് എൻ്റെ ഗോൾഡൻ ബാംബു ആണ്. ഇതാ, ഇത് വയനാട് നിന്നുള്ള എൻ്റെ ഒരു സുഹൃത്ത് മിസ്റ്റർ ജോൺ എനിക്ക് ഒരു തൈ തന്നതാണ്. അത് വളർന്ന് വലുതായി ഇത്രയായി. പിന്നെ ഞാൻ അതിൽ നിന്ന് കുറേ പുതിയ തൈകൾ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കല്ലമ്മുള വേണ്ട, വലുതായി. ഇത് ഞാൻ ഓരോ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഈ മഴക്കാലത്ത് പുതിയ കുറേ ഷൂട്ടുകൾ വന്നു. പിന്നെ ഇത് നമ്മുടെ ബുദ്ധബാമ്പു ആണ്. ബുദ്ധബാമ്പുവിനും മഴക്കാലത്ത് ഇപ്പോൾ പുതിയ ഷൂട്ടുകൾ 2-3 വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ബുദ്ധബാമ്പൂസാണ്. അതുപോലെ ഇവിടെ ഉണ്ട് നമ്മുടെ ഗാർഡൻ ബാംബു എന്നൊക്കെ ചിലർ പറയും. ഇതിൻ്റെ ശരിയായിട്ടുള്ള പേര് എനിക്ക് അറിയില്ല കൃത്യമായിട്ട്. അതുപോലെ ഇവിടെ ഈ വെള്ളയും പച്ചയും കൂടിയിട്ടുള്ള ഈ ബാംബു ഇല്ലേ, ഇത് പെൻസിൽ ബാംബു ഞാനിങ്ങനെ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. എന്നിട്ട് വീടിൻ്റെ കോർണറുകളിലൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇത്. അപ്പോൾ എല്ലാവർക്കും ലോക ബാംബു ദിന ആശംസകൾ. നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്യുക. ആളുകളൊക്കെ പറയും ഇങ്ങനെ ബാംബു നട്ട് കഴിഞ്ഞാൽ പാമ്പ് വരും, അതാണ് ഇതാണെന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നല്ല തണുപ്പുണ്ടാവും. നമ്മുടെ കോമ്പൗണ്ടിൽ നല്ല തണുപ്പായിരിക്കും, നല്ല സുഖമായിരിക്കും, നല്ല കാറ്റും നല്ല തണലും ഒക്കെ കിട്ടും. ഓക്കെ.